കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 314 ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് വെക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ ബ്ലാക്ക് ക്ലൗഡിന്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. സോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞ 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ പേരും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ചാപ്റ്റർ തുടങ്ങാൻ നേരത്തെ 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. അവരായിട്ട് പറയുന്നുണ്ട് ഇമ്പോസിബിൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഇതുപോലൊരു മേജ് ജീവനോട് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ല. അവൾ ശരിക്കും ഒറ്റയ്ക്ക് ഒരു ഏൻഷ്യൻ ഡീമനെ അല്ലേ ഓവർ പവർ ചെയ്യുന്നത്, വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. മറിയിലെ മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ ഹെൽഫെയർ എന്തുമാത്രം അധികം യൂസ് ചെയ്യുന്നു അത്ര അധികം സ്ട്രോങ്ങർ ആയിട്ട് ഞാൻ മാറും. അതായത് അത്രക്ക് ഹോട്ടറായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആ ടീമിനെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ അറ്റാക്ക് ആകെ ആ ടീമിന്റെ തല തന്നെ നശിപ്പിച്ച് കളയും. എല്ലാവരും ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആ തലയില്ലാത്ത ആ ഏൻഷ്യൻ ഡീമൻ നേരെ താഴത്തേക്ക് വീഴും. പുള്ളിക്കാരി അങ്ങനെ താഴത്തേക്ക് വീഴുന്നുണ്ട്. പുള്ളിക്കാരിയായിട്ട് ആ ലോവർ ഡീമൺസിന്റെ ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കും. ഒരു ക്ലീനിങ് പരിപാടിയും കൂടെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആ ലോവർ ഡീമൺസിന്റെ നേരെ നടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് മറ്റൊരു പാനലാണ്. മോറിസായിട്ട് ഫൈറ്റ് നടക്കുന്നില്ല. അവിടേക്ക് നമ്മുടെ നോസിലും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ അവിടേക്ക് വന്നിട്ടുണ്ട്. മോറിസായിട്ട് പുള്ളിക്കാരന്റെ ബോധമൊക്കെ പോയിട്ട് അവിടെ ഒരു ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കാണ്. പുള്ളിക്കാരനൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന്റെ ഉള്ളിലുള്ള ആ ഡെവിലി സംസാരിക്കാൻ തുടങ്ങും. മോറിസ്, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നീ ഇത്ര നാൾ ചെയ്ത എല്ലാത്തിനും തന്നെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു ഡെവിലി അവിടെ ഒരു എന്താ പറയാ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും. അതാകട്ടെ അണ്ടർവേലിലേക്കുള്ള സെക്കൻഡ് ലെവൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ആസ്റ്റൻ മാഗ്നെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. കാരണം ഒത്തിരിയധികം ഡെവിൾസ് ആണ് അവിടേക്ക് വന്നത്. മോറിസിന്റെ ശരീരത്തുള്ള അവസാന തുള്ളി ജീവന് ഞാൻ വലിച്ചെടുത്തത് കൊണ്ട് തന്നെ അണ്ടർവേലിലേക്കുള്ള ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും തന്നെ മനസ്സിലാകാത്ത ഒരു ചെറിയ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ക്ലിഫത്ത് ആബ്സെന്റ് ആണെങ്കിൽ കൂടിയും എനിക്ക് അണ്ടർവേലിലെ ചെറിയ ചെറിയ ഡെവിൾസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്നായിരുന്നു കുറെ അധികം ഡെവിൾസ് ചാകര പോലെ അവിടേക്ക് വന്ന് നമ്മുടെ യാമിനെയും വില്യമിനെയും ഒക്കെ നേരെ എടുത്തുകൊണ്ട് മേലിലേക്ക് മാറും. എല്ലാവരും തന്നെ ക്യാപ്റ്റന്റെ പുറകിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡെവിൽ പറയുന്നുണ്ട് ഞാനാകട്ടെ 2 ഡെവിൽസ്, അതായത് ഫസ്റ്റ് ലെവലിലെ സെക്കൻഡ് ലെവലിലെ ഡെവിൽസിനെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ 2 ഡെവിൽസിനെ എല്ലാത്തിനും കൂടെ കൂട്ടിക്കുഴച്ച് ഒരു സോളിഡ് മാസ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ അവിടുത്തെ ക്യാസിലും അനങ്ങാൻ തുടങ്ങും. പിന്നെ കാണുന്നത് ആ ക്യാസിലും ആ ഡെവിൽസും എല്ലാം കൂടെ കൂട്ടിക്കലർന്ന് ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു വലിയൊരു ഡെവിലിനെയാണ് പുള്ളിക്കാരൻ ഒരു പുതിയൊരു വെസൽ ഉണ്ടാക്കി അതിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡെവിലിന് വാഴാൻ പറ്റിയ ഒരു അൾട്ടിമേറ്റ് ബോഡിയാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഡാന്റയുടെ എന്താ പറയുക ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്ത് എല്ലാവരും താഴത്തേക്ക് കിടത്തുന്നുണ്ട്. ഫേറ്റ് മാനിപ്പുലേഷനും മാന റിക്കവറി ഗ്രേഡ് മൾട്ടിപ്ലിക്കേഷനും അതേപോലെ കൺവേർഷനും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി അവരെ ബ്ലാക്ക് ബുളിന്റെ ക്യാസിൽ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള അൾട്രാ ജയന്റ് ബ്ലാക്ക് ബുളിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഡെവിലിനെ മുഖത്തിടിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക, ഇത്രയും ചെറിയ ചാപ്റ്റർ ആണെന്ന് ഞാനും അറിഞ്ഞില്ലായിരുന്നു. വീഡിയോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയ ചാപ്റ്റർ ആണെന്ന് അറിഞ്ഞത്. എന്തായാലും ഇന്നത്തേക്കൊന്നും ക്ഷമിച്ചേക്ക്, നാളെ മുതൽ നമുക്ക് നന്നായിട്ട് തന്നെ വരാം. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് ചോദ്യം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്തായാലും നാളത്തെ വീഡിയോയിൽ എല്ലാവരെയും കാണാം.